IPL-ൽ പൂരത്തിന് ആരവമുയരാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. മെഗാ താരലേലം പൂർത്തിയായതോടെ 10 ടീമുകളും ഇതിനായി പടയൊരുക്കം അണിയറയിൽ ആരംഭിച്ചു കഴിഞ്ഞു. എങ്ങനെയാവണം അടുത്ത സീസണിലും ടീം കോമ്പിനേഷൻ എന്നതിനെക്കുറിച്ച് ഓരോ ഫ്രാഞ്ചൈസിയിലും തല പുകയ്ക്കുകയാണ്. T20 ഫോർമാറ്റിൽ ബാറ്റിംഗ്, ബൗളിംഗ് എന്നിവ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഫീൽഡിംഗും. കാരണം ചടുലമായ ഒരു ഫീൽഡിംഗിൽ ചിലപ്പോൾ മത്സരഗതി തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകളും ഫീൽഡിംഗിന് വലിയ പ്രാധാന്യം തന്നെയാണ് നൽകുന്നത്. അടുത്ത സീസണിലേക്കുള്ള ഓരോ ടീമിലും ചില കിടിലൻ ഫീൽഡർമാരെ നമുക്ക് കാണാൻ സാധിക്കും. 10 ഫ്രാഞ്ചൈസികളെയും ഏറ്റവും മികച്ച ഒരു ഫീൽഡർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആള് രമൺദീപ് സിംഗ് ആണ്. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ടീമിനെ എടുത്താൽ അവരുടെ ടീമിലെ ഗൺ ഫീൽഡറാണെന്ന് വിളിക്കുന്നയാളാണ് ഇന്ത്യൻ യുവ ഓൾറൗണ്ടർ കൂടിയായ രമൺദീപ് സിംഗ് ആണ്. കഴിഞ്ഞ സീസണിലും തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തെ മെഗാലയത്തിന് മുമ്പ് KKR നിലനിർത്തുകയും ചെയ്തിരുന്നു. വെടിക്കെട്ട് ബാറ്റർ കൂടിയായ രമൺദീപ് കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിൽ T20 പരമ്പരയിലൂടെ ഇന്ത്യക്കായി അരങ്ങേറുകയും ചെയ്തു. രണ്ടാമത്തെ ആള് രവീന്ദ്ര ജഡേജയാണ്. ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയാണ് 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തുറുപ്പുചീട്ടായ ഫീൽഡർ. ഫീൽഡിംഗിൽ അദ്ദേഹം പുലർത്തുന്ന മികവ് അതിശയിപ്പിക്കുന്നത് തന്നെയാണ്. ജഡുവിന്റെ മിന്നൽ വേഗത്തിലുള്ള ത്രോകളും റണ്ണിംഗ് ക്യാച്ചുകളുമെല്ലാം ക്രിക്കറ്റ് പ്രേമികളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഫീൽഡിംഗ് മികവ് കൊണ്ട് മാത്രം അദ്ദേഹം കളിയുടെ ഗതി തന്നെ മാറ്റുന്നത് പലതവണ നാം കണ്ടിട്ടുമുണ്ട്. മൂന്നാമത്തെ ആള് ഗ്ലെൻ ഫിലിപ്സ് ആണ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഏറ്റവും മികച്ച ഫീൽഡർ ന്യൂസിലൻഡ് ഓൾറൗണ്ട് ആയിട്ടുള്ള ഗ്ലെൻ ഫിലിപ്സ് ആണ്. കിവികളുടെ അണ്ടർ റേറ്റഡ് താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. ഓൾറൗണ്ടർ മാത്രമല്ല, ആവശ്യമെങ്കിൽ വിക്കറ്റ് കീപ്പറുടെ റോൾ ഏറ്റെടുക്കാനും ഫിലിപ്സിന് സാധിക്കും. ഈ ലേലത്തിനാണ് വെടിക്കെട്ട് താരം കൂടിയായ അദ്ദേഹത്തെ മുൻ ചാമ്പ്യന്മാരായ GD സ്വന്തമാക്കിയത്. നാലാമത്തേത് ഫാഫ് ഡുപ്ലസിയാണ്. സൗത്ത് ആഫ്രിക്കയുടെ മുൻ ക്യാപ്റ്റനും സ്റ്റാർ ബാറ്ററുമായ ഫാഫ് ഡുപ്ലസിയാണ് ഡൽഹി ക്യാപിറ്റൽസ് ടീമിന്റെ സൂപ്പർ ഫീൽഡർ. 2022 മുതൽ കഴിഞ്ഞ സീസൺ വരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന അദ്ദേഹത്തെ മെഗാ ലേലത്തിലാണ് DC സ്വന്തമാക്കിയത്. ബൗണ്ടർ ലൈന് തൊട്ടരികിൽ വെച്ച് പല അതിശയിപ്പിക്കുന്ന ക്യാച്ചുകൾ എടുക്കാനും ഡുപ്ലസിക്ക് ആയിട്ടുണ്ട്. എത്ര ദുഷ്കരമായ ക്യാച്ചുകൾ എടുക്കാനും സമർത്ഥനായ താരം കൂടിയാണ് അദ്ദേഹം. അടുത്ത ആള് ഹർദിക് പാണ്ഡ്യയാണ്. 5 തവണ ചാമ്പ്യന്മാരായിട്ടുള്ള മുംബൈ ഇന്ത്യൻസിലെ ഏറ്റവും മികച്ച ഫീൽഡർ, ക്യാപ്റ്റനും സ്റ്റാർ ഓൾറൗണ്ടറുമായ ഹർദിക് പാണ്ഡ്യയാണ്. മികച്ച ഫിറ്റ്നസ് ആണ് ഫീൽഡിംഗിലും മിന്നിക്കാൻ അദ്ദേഹത്തെ സഹായിക്കാറുള്ളത്. റണ്ണിംഗ് ക്യാച്ചുകളും ചടുലമായ ത്രോകളുമെല്ലാം ഹർദിക്കിൽ നിന്നും നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. അടുത്ത ആള് വിരാട് കോഹ്ലിയാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ കിടു ഫീൽഡർ, മുൻ ക്യാപ്റ്റനും ഇന്ത്യൻ ഇതിഹാസവുമായ വിരാട് കോഹ്ലിയാണ്. ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ഫീൽഡർമാരുടെ നിരയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. 36-ാം വയസ്സിലും കോഹ്ലിയെ ഫീൽഡിംഗിലും തീപ്പൊരിയാക്കുന്നത് അവിശ്വസനീയമായ ഫിറ്റ്നസ് തന്നെയാണ്. അടുത്ത ആള് റിയാൻ പരാഗ് ആണ്. ഇന്ത്യൻ യുവ ഓൾറൗണ്ടർ റിയാൻ പരാഗ് ആണ് രാജസ്ഥാൻ റോയൽസിന്റെ ഏറ്റവും മികച്ച ഫീൽഡർ എന്ന് വിശേഷിപ്പിക്കാവുന്ന താരം. ഭാവി സൂപ്പർ താരങ്ങളിൽ ഒരാളായി വിശേഷിക്കപ്പെടുന്ന അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ടീമിന്റെ ടോപ്പ് സ്കോറർ കൂടിയായിരുന്നു. എത്ര ദുഷ്കരമായ ക്യാച്ചും വളരെ അനായാസം പിടിയിലൊതുക്കാനുള്ള മിടുക്കാണ് പരാഗിനെ സ്പെഷ്യലാക്കി മാറ്റുന്നത്. അടുത്ത ആള് ഡേവിഡ് മില്ലർ ആണ്. ലക്നൗ സൂപ്പർ ജയൻസ് നിരയിൽ ബെസ്റ്റ് ഫീൽഡർ സൗത്ത് ആഫ്രിക്കയുടെ മധ്യനിര ബാറ്ററായ ഡേവിഡ് മില്ലർ ആണ്. ലോകോത്തര ഫീൽഡർമാരെ സമ്മാനിച്ചിട്ടുള്ള സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിലെ പുതിയ ഹീറോയാണ് ഇടംകൈയ്യൻ ബാറ്ററും ഫിനിഷറുമായ അദ്ദേഹം. അടുത്ത ആള് ഗ്ലെൻ മാക്സ്വെൽ ആണ്. പഞ്ചാബ് കിങ്സ് ടീമിന്റെ ഏറ്റവും മികച്ച ഫീൽഡർ എന്ന് വിളിക്കാവുന്ന താരം ഓസ്ട്രേലിയൻ സ്റ്റാർ ഓൾറൗണ്ട് ഗ്ലെൻ മാക്സ്വെൽ ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഓസീസിനൊപ്പം IPL വിവിധ ഫ്രാഞ്ചൈസികൾക്കൊപ്പമാണ് അദ്ദേഹത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന നിരവധി ഫീൽഡിംഗ് പ്രകടനങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്.